ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് എന്ന് പറയാനായിട്ടില്ല, നമ്മുടെ പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണെന്ന്. നിങ്ങൾ ഷോർട്സ് കണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്സ് കണ്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടതുപോലെ നമ്മുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രൊജക്റ്റ് എന്നുള്ളത്. ഇതേപോലൊരു ഫോട്ടോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ചെറിയൊരു ഇൻട്രോ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പിക്ചർ എടുക്കണം. അതായത് ഞാൻ ഇവിടെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അതേപോലത്തെ ഒരു പിക്ക് നിങ്ങൾ എടുക്കണം. ഇതേപോലത്തെ ഒരു പിക്ചർ നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ കൈയുടേതായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പാണ്. എടുത്തതിന് ശേഷം ഇത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്നാപ്സീഡ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്തേക്ക് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ചെയ്യുക. അതിന് ശേഷം ഇതിനകത്ത് ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹീലിംഗ് ടൂൾ എന്ന് പറയുന്ന ടൂൾ ടോപ്പിൽ കിടക്കുന്നത് കാണാൻ പറ്റും. അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ മുകളിൽ ഫുള്ളായിട്ട് ഈ റെഡ് കളർ ബ്രഷ് വെച്ചൊന്ന് നമ്മൾ വരച്ചു കൊടുക്കണം. ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ റിമൂവ് ആയി കിട്ടി. നിങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് ചെന്നിട്ട് ഇവിടെ ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലെൻസ് ബ്ലർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് ചുരുക്കി ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ഒരു ബ്ലൂ കളർ ഡോട്ടിന് ഈ കോർണറിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ബ്ലർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ ഒരു 77 വെക്കുന്നു. ട്രാൻസിഷൻ ഇച്ചിരി ഞാൻ കുറച്ച് വെക്കുവാണ്, 44 ഇട്ടിട്ടേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങൾ ടിക്ക് ഐക്കൺ കിടക്കുന്ന കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ സെറ്റായി. പക്ഷെ നമ്മുടെ കൈ ഇതുവരെ വന്നില്ലല്ലോ. നമുക്ക് ടൂൾസിൽ ഒന്നുകൂടെ പോവാം. അതിന് ശേഷം ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഒരു ഇമേജിൻ്റെ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ സെയിം ഇമേജ്, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത സെയിം ഇമേജ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചേക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. അതിന് ശേഷം ടിക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കാണാം. പക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലർ ചെയ്ത് വെച്ചിരുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പോകും. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ ഓപ്പണിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ബോട്ടിൻ്റെയൊക്കെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിലൊരു ബ്രഷ് വരും. ബ്രഷ് ഐക്കൺ കാണാം സെൻറ്ററിൽ, ആ ഡിലീറ്റിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന റൈറ്റിലായിട്ട് കിടക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരുത്തിയതിന് ശേഷം ഇവിടെ നിന്ന് 100 ഇട്ടതിന് ശേഷം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ കൈ ഇവിടെ കിട്ടിയല്ലേ. പക്ഷെ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 0 ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പോയി. ശേഷം ഇൻവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഇൻവേർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം 100 ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഏകദേശം കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിർത്തിയതിന് ശേഷം 0 നമ്മുടെ അതായത് ഡബിൾ എക്സ്പോഷർ. അതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൂം ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് റിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ടൈം എടുത്ത് ചെയ്താൽ മതി. എവിടെയെങ്കിലും തെറ്റുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 100% ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്കി കാണാം. ഏകദേശം ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടൊന്ന് എഡ്ജെല്ലാം റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടിക്ക് ഐക്കൺ കിടക്കുന്നുണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് എന്തോന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാക്കിലുള്ള ആരും അല്ല, നമ്മുടെ ഫോണിലെ ബാക്ക് ബട്ടൺ അമർത്തിയാൽ മതി.
നോക്കിക്കഴിഞ്ഞാൽ അതെ നമ്മുടെ നല്ല ബ്ലറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഇമേജ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നമുക്ക് ഇതിനെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ എല്ലാം ലോഡാകുകയാണ്. നമ്മളിത് എഡിറ്റെല്ലാം ഓക്കെ. അതിനുശേഷം നിങ്ങൾ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പിലേക്ക് നിങ്ങളിതിനെ എക്സ്പോർട്ട് ചെയ്യുക. ഞാൻ പിക്സാർട്ടിൽ ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ലെയർ ബൈ ലെയർ ആയിട്ട് എഡിറ്റ് ചെയ്യാം. ബിഗിനിങ്ങിൽ ഏറ്റവും നല്ലത് ലെയർ ബൈ ലെയർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏറ്റവും നല്ലത് പുതിയ ലെയർ എടുക്കാൻ. ഡ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇത് നമുക്കെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഞാനിവിടെ ക്രോപ്പ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് മൊബൈൽ ലുക്കാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ടിക്ക് എടുത്തു. നമുക്കിവിടെ വന്നു. ഇനി നിങ്ങൾ കൈയുടെ ഏകദേശ സ്ഥലത്തായിട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചേക്കുന്നൊരു സൈസിലോട്ട് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. അതിന് ശേഷം ഈ മുകളിലുള്ള ലെയർ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ താഴെ കിടക്കുന്നതാണ്. അത് നമുക്കൊന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. ഡൺ. അതിനുശേഷം ഈ ലെയർ പാനലിൻ്റെ ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് പോകുന്ന കാണാം. അതിനുശേഷം നമുക്ക് എറൈസർ ടൂൾ എടുക്കാം. എറൈസർ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ മറ്റേതിനകത്ത് ചെയ്തതുപോലെ തന്നെ ഹാർഡ്നെസ് ഫുള്ളാക്കിയിട്ടേക്കുക, ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ടേക്കുക. അതിനുശേഷം സൈസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. ഞാൻ 20 ഇട്ടു. അതിന് ശേഷം നന്നായിട്ടൊന്ന് സൂം ചെയ്യുക. സൂം ചെയ്ത ശേഷം നമ്മുടെ തള്ളവിരളം മാത്രം, അതായത് മുകളത്തെ വിരളം മാത്രമേ എടുക്കാവൂ. എന്നാലേ നമുക്ക് ആ ഒരു പിടിക്കുന്ന എഫക്റ്റ് കിട്ടത്തുള്ളൂ. നല്ല സ്മൂത്തായിട്ട് ടൈം എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ എഡ്ജസ് കറക്റ്റായിട്ട് ചെറിയ പ്രസ് വെച്ച് നന്നായിട്ട് സൂം ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം. എന്തുമാത്രം സൂം ചെയ്യാവോ അത്രയും സൂം ചെയ്ത് ടൈം എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ എറൈസർ വെച്ച് ഏകദേശം ഒരു വെളുപ്പാക്കാനായിട്ട് നോക്കട്ടെ. ഓക്കെ. ജസ്റ്റ് നണ്ടു ചെയ്യുക. ഇടയ്ക്ക് ഒരിക്കലും ജസ്റ്റ് നണ്ടു ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ നൈസായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ചെയ്യില്ല. ജസ്റ്റ് നൈസായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കുറച്ചാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായി കിട്ടിപ്പോകും. ഇപ്പോൾ ഏകദേശം എൻ്റെ നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. ജസ്റ്റ് ടിക്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ നമ്മൾ ബ്രഷിൻ്റെ ഐക്കണിലോട്ട് പോവുക. അതിന് ലെയർ പെൻ ഇപ്പോഴും ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ലുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ബ്ലാക്ക് ഒരു കളർ കാണാം. ഇത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ തീം ഡാർക്ക് തീം ആക്കിയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ എഫക്റ്റ് വർക്കാവൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ലെയർ പാനലിലോട്ട് പോവുക. ഈ ലെയർ സെലക്റ്റഡ് ആക്കിയിട്ടിട്ട് ഇവിടെ താഴെ ഒരു ആരോ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം നമ്മുടെ ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ഒപ്പാസിറ്റി കൂട്ടുകയാണ്. ആ ഒരു എന്തോന്ന് പിക്ചർ കുറച്ചുകൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ഒപ്പാസിറ്റി കൂട്ടിയിടുകയാണ്. ഓക്കെ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഭാഗം മൊത്തം പോയത് ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓക്കെ. നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ട് കണ്ടല്ലോ മുകളിൽ ഏറ്റവും ടോപ്പിൽ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സേവ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് ഞാൻ എന്താണ് പ്രിവ്യൂ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ വരിക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഡൺ. നിങ്ങളുടെ ഇമേജ് ഇപ്പോൾ നിങ്ങളുടെ ഗാലറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.